പണപ്പെട്ടി വീണ്ടും വെച്ചോ ഇല്ലയോ? മുഴുവൻ ട്വിസ്റ്റുകളാണ്, മൊത്തം കൺഫ്യൂഷൻസ് ആണ്. ഇന്നലെയും വന്ന് ഞാൻ കൺഫർമേഷൻ പറഞ്ഞിട്ട് പോയ സംഭവമാണ്. പക്ഷേ എന്താണ് സംഭവം? വീണ്ടും ട്വിസ്റ്റുകൾ നടക്കുന്നുണ്ടോ? പറയാം എന്താണെന്ന്. ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുകയുമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ വന്ന് രാത്രി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പണപ്പെട്ടി വരുന്നുണ്ടെന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഇന്നത്തെ ടാസ്ക്കാണ് നാളെയും റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ നാട്ടുരാജാവ് ടാസ്ക്കാണ് നാളെ റിപ്പീറ്റ് ചെയ്യുന്നത്. നാളെ പണപ്പെട്ടിയും വരുന്നുണ്ട്. ഇങ്ങനെ 3 ലക്ഷമാണെന്നൊക്കെ കേൾക്കുന്നു. അത് ഞാൻ ഉറപ്പ് പറയാനില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൺഫേംഡ് ആണ്, പണപ്പെട്ടി ഉണ്ടെന്ന് അറിഞ്ഞു. കൺഫേംഡ് ആണ്, വെച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ നമുക്ക് പ്രൊമോയിൽ കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ എനിക്ക് എന്താണ് നടക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ഈ പറയുന്ന പോലെ എല്ലാം കുത്തി തുറന്നെടുക്കുന്നതല്ല, എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസാണ് ഞാൻ പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫുൾ കൺഫ്യൂഷനാണ്. രാവിലെ പണപ്പെട്ടി വെച്ചോ, ഉണ്ടോ, ഇല്ലയോ, വെക്കാൻ പ്ലാൻ ഉണ്ടോ, ഒരു വിവരങ്ങളും അറിയാൻ പറ്റുന്നില്ല. ഒരു വിവരങ്ങളും ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയാൻ പറ്റുന്നില്ല എന്നല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് വെച്ചോ ഇല്ലയെന്ന് പോലും എനിക്ക് കൺഫ്യൂഷൻസ് ആവുകയാണ്. കാരണം ഈ പറഞ്ഞ പോലെ ആദ്യത്തെ പണപ്പെട്ടി വെച്ച് സായി അത് എടുത്തുകൊണ്ട് പോയ കാര്യം വളരെ പെട്ടെന്നാണ് നമുക്കൊക്കെ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ, വിവരങ്ങൾ അറിയുന്നതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ടു ബി ഫ്രാങ്ക്, ഭയങ്കര റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുമ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യമാണോ കിട്ടുന്നതെന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരും. അപ്പം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് ഞാനൊരു സോറി പറയുകയാണ്. കാരണം ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ വെച്ചു എന്നാണ് അറിഞ്ഞത്. പക്ഷേ ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ട്. വെച്ചു, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത്. ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 1-2 മാത്രമേ ഞാൻ അന്വേഷിച്ചിട്ടുള്ളൂ, ബാക്കി എനിക്ക് അറിഞ്ഞിട്ടില്ലെന്നാണ്. ഒരിടത്ത് വെച്ചില്ല, ഒരിടത്ത് വെച്ചു, ഒരിടത്ത് വെക്കാൻ പോകുന്നു, ഒരിടത്ത് വെക്കാൻ പ്ലാൻ ഉണ്ട്. എനിക്ക് ആകെക്കൂടെ കൺഫ്യൂഷനാണ്. എനിക്ക് കിട്ടുന്ന വിവരമാണ് ഞാൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നണില്ല കണ്ടിട്ട് വെച്ചിട്ടുണ്ടാവുമെന്ന്. എങ്കിലൊരു പ്രൊമോ എങ്കിലുമൊക്കെ വരാനുള്ളതാണ്, അല്ലെങ്കിൽ വലിയൊരു എമൗണ്ടൊക്കെ ആണെങ്കിൽ ആരെങ്കിലും എടുത്തിട്ടുള്ളതൊക്കെ ആയിരിക്കും. പക്ഷേ ഒന്നും അങ്ങോട്ട് ലീക്ക് ആവുന്നില്ല. പക്ഷേ എന്തോ ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ ഉണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ നിങ്ങളോട് വീഡിയോയിൽ പറയാൻ മറന്നു ഒരു കാര്യമുണ്ട്. ഞാൻ അറിഞ്ഞത് ഈ നാളെ പണപ്പെട്ടി വെച്ചിട്ടുണ്ട്, നാട്ടുരാജാവ് ടാസ്ക് ഉണ്ട്, ഒരു അടിയും നടക്കുന്നുണ്ട്. ഈ 3 സാധനം ഞാൻ അറിഞ്ഞത്. ഈ 3 സാധനം അടി നടക്കുന്ന കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഈ അടി എനിക്ക് തോന്നുന്നു ഇന്നലെ പ്രൊമോയിൽ വന്ന നമ്മുടെ ജാസ്മിൻ റഷി ഫൈറ്റ് അതായിരിക്കും അടി എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ. പക്ഷെ അത് ഞാൻ നിങ്ങളോട് പാസ് ചെയ്യാനായിട്ട് ഞാൻ മറന്നുപോയി. അപ്പം ഇത് സത്യമാവാൻ സാധ്യത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. കാരണം എനിക്ക് 3 വിവരങ്ങൾ കിട്ടിയതിൽ 3 എനിക്ക് ഒരിടത്ത് നിന്നാണ് കിട്ടിയെങ്കിലും 2ഉം കറക്റ്റാണ്. അടി നടന്നു എന്ന് പറയുന്നതും ഈ പറയുന്ന നാളെ സെയിം ടാസ്ക് ആണെന്ന് പറഞ്ഞാൽ അത് 2ഉം കറക്റ്റാണ്. പിന്നെ ഈ പണപ്പെട്ടിയുടെ കേസാണ് എനിക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷനിൽ ഞാൻ നിൽക്കുന്നത്. ഞാനൊരു സോറി പറയുന്നു. ഞാൻ എപ്പോഴും നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും ജെന്യുവിൻ ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ ഇപ്പോഴും അത് കള്ളമാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ കൺഫ്യൂഷനിലാണ്. പണപ്പെട്ടി വെച്ചോ ഇല്ലയോ എനിക്ക് തന്നെ ഇപ്പോൾ കൺഫ്യൂഷനാണ്. നോക്കാം. ഞാൻ വീണ്ടും ഒരു സോറി കൂടി പറയുന്നത്. കാരണം എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ജെന്യുവിൻ ആയിട്ടുള്ള അപ്ഡേറ്റ് കാണാൻ വന്നവരാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്നും പറയാൻ വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റണില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്തെങ്കിലും ഞാൻ ഇനി കൃത്യമായിട്ട് ഞാനിനി അറിയുകയാണെങ്കിൽ പറയാം. അതുവരെ ഇനി ഞാൻ സൈലൻ്റ് ആയിരിക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.